താരന് വേണ്ടി ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എല്ലാം നിർത്തി മടുത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ കാണുക കേട്ടോ. ഞാൻ ഡോക്ടർ സസ്ന, ഹോമിയോപ്പതിക് ഡോക്ടറാണ്. ഹോമിയോപ്പതിയിലൂടെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ താരൻ എന്ന് പല സ്കിൻ കണ്ടീഷനെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. എല്ലാ സ്കിൻ കണ്ടീഷൻസും അല്ലെങ്കിൽ എല്ലാ താരനും ചിലപ്പോൾ താരനായിരിക്കണം എന്നില്ല. അത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും സ്കിൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്കിൻ ഡിസീസസ് ആകാൻ ഒരു ചാൻസ് അവിടെ ഉണ്ട്. കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് മറ്റെന്തെങ്കിലും സ്കിൻ കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് അതൊരു താരനാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഹോമിയോപ്പതിയിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇടവേളകളിൽ കൃത്യമായി മരുന്ന് കഴിക്കുന്നത് പ്രകാരം ഈ താരൻ പൂർണ്ണമായും നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ നിന്നും ഒഴിവാക്കാം എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ദിവസേന ക്ലിനിക്കുകളിൽ കാണുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകൾ ഞാൻ പറയാം. അതായത് താരൻ ഒഴിവാക്കാൻ വേണ്ടി മരുന്നിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ തലയിൽ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണ്, ഡ്രൈനെസ് കൂടുതലായാലും നമ്മളെ തലയിൽ ഡ്രൈനെസ് കൂടുതലായി കഴിഞ്ഞാലും ഈ താരൻ വരാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തല ഒരുപാട് ഡ്രൈ ആവുകയും ചെയ്യരുത്. അതേപോലെ തന്നെ ഒരുപാട് ഓയിലി ആയിട്ട് അൺഹൈജീനിക് ആയിട്ട് വൃത്തിയില്ലാതെ നടക്കരുത്. അതായത് കൃത്യമായ ഇടവേളകളിൽ തല വാഷ് ചെയ്യുക എന്നുള്ളതും അതേപോലെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ലൈറ്റ് ആയിട്ടുള്ള ഷാമ്പു വെച്ച് വാഷ് ചെയ്യുന്നതും നമ്മൾ താരൻ ഒഴിവാക്കാൻ ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓവർ യൂസേജ് ഓഫ് ഷാമ്പു, ഒരുപാട് ഷാമ്പു കൂടുതൽ ഉപയോഗിക്കുന്നത് താരൻ വരാൻ കാരണം ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നും നമ്മൾ താരനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. താരൻ വരാൻ ഒരു കാരണമാണ് ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന്. അപ്പൊ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് വെള്ളം കുടിക്കുക, പിന്നെ വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ മിക്കവാറും എല്ലാ തരത്തിലുള്ള ഇലക്കറികളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് താരൻ കുറയാൻ ഒരു കാരണമാവുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഹെയർ ഓയിൽസും ഷാമ്പൂസും ഒക്കെ വാങ്ങും, പക്ഷെ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വളരെ നമ്മൾ ചെയ്യാറില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നതാണ്. നമ്മൾ എന്തായാലും അതായത് ഒരു 20 കിലോ ഉള്ള വ്യക്തിക്ക് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ 60 കിലോ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കണം. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രകാരം വിത്ത് നിങ്ങൾ ഓൾറെഡി താരൻ വന്ന വ്യക്തിയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു ഹോമിയോപ്പതിക് മെഡിസിൻസ് കൂടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് 100% ഉറപ്പോടുകൂടി തരാൻ സാധിക്കും. താങ്ക് യു.